ഒരിക്കൽ ദേവലോകത്ത് ഒരു മഹായാഗം നടക്കുകയായിരുന്നു. എല്ലാ ദേവന്മാരും മുനിമാരും ഒന്നിച്ചുകൂടിയ ആ യാഗത്തിൽ ആരാണ് പരമോന്നത ദേവൻ എന്ന് കുറച്ച് പേർ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. ചിലർ ശിവനാണ് ദേവാദിദേവൻ എന്ന് പറഞ്ഞു, ചിലർ വിഷ്ണുവാണ് ദേവാദിദേവൻ എന്ന് പറഞ്ഞു. സമയത്തിനൊത്ത് ആ ചർച്ച വലിയ തർക്കമായി. അന്നു യജ്ഞസ്ഥലത്തേക്ക് ശിവഭക്തനായ ഭൃഗുമുനി എത്തിയപ്പോൾ അവൻ വിഷ്ണുവിനെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. വിഷ്ണുവിനെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി മുനി അദ്ദേഹത്തെ നിന്ദിച്ചു. പക്ഷേ ഭൃഗുമുനിയുടെ നിന്ദ കേട്ട് യജ്ഞത്തിൽ ഉണ്ടായിരുന്ന ശിവഭക്തരും വിഷ്ണുഭക്തരും തമ്മിൽ വഴക്ക് തുടങ്ങി. ഈ കലഹം ദേവലോകത്താകെ പടർന്നു. അവസാനം ഈ തർക്കത്തിന്റെ വിവരം ശിവന്റെയും വിഷ്ണുവിന്റെയും ചെവിയിൽ എത്തി. ദേവലോകത്തിലെ സമാധാനം തകർന്നുവെന്നാണ് ശിവൻ തോന്നി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം യാഗശാലയിലേക്ക് ഇറങ്ങി. അതേസമയം വിഷ്ണുവും അവിടെ എത്തി ഭക്തന്മാരിൽ വീണ കലഹം അവസാനിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ ആളുകൾ പറഞ്ഞതും തെറ്റിദ്ധാരണകളും കാരണം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ തർക്കം ക്രമേണ ശക്തമായ ഏറ്റുമുട്ടലായി മാറി. വിഷ്ണു തന്റെ സുദർശൻ ചക്രം ഉയർത്തി. അതിന്റെ പ്രകാശം ആകാശം കത്തിക്കുന്ന പോലെയായിരുന്നു. മറുവശത്ത് ശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു. ദേവന്മാർ നടുങ്ങി. ഈ രണ്ടുപേരും പഠിച്ചാൽ ലോകം തന്നെ നശിച്ചുപോകും എന്നായിരുന്നു അവരുടെ ഭയം. ഗന്ധർവർ, അപ്സരസുകൾ, മുനികൾ എല്ലാവരും വിറച്ചുനിന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവ് ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരോടും അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ശിവനും വിഷ്ണുവും രണ്ടല്ല, ഒരേ സത്യം കാണിക്കുന്ന രണ്ടു രൂപങ്ങൾ മാത്രമാണ്. ഒന്ന് സൃഷ്ടിക്കാനും ഒന്ന് സംരക്ഷിക്കാനും ഒന്ന് ലയിപ്പിക്കാനും. എല്ലാം ഒരേ ദൈവിക് ശക്തിയുടെ ഭാഗങ്ങൾ. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ലോകം രക്ഷിക്കാനാവില്ല, സമന്വയത്തിലൂടെ മാത്രം സാധിക്കും. ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് ശിവനും വിഷ്ണുവും ശാന്തരായി. സുദർശൻ ചക്രം വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ ലയം ചെയ്തു. ശിവന്റെ മൂന്നാം കണ്ണിലെ ജ്വാല അണഞ്ഞു. ഇരുവരും പരസ്പരം ചിരിച്ചു. തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കി യാഗത്തിന് ആശീർവാദം നൽകി.